സലാഹുദ്ദീൻ സദ്ദിഖാണ്. ബിസിനസ്സിനകത്ത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവെ എല്ലാ രീതിയിലും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റുകൾ, വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. AI എന്ന് പറയുന്ന പുതിയ ടെക്നോളജി വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ള ഏത് റെവല്യൂഷനെ അപേക്ഷിച്ചും ഇത് വളരെ ക്വിക്കാണ്. നമ്മളിതിന്റെ ശരിയായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഡിജിറ്റൽ മീഡിയ ഇതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമേഷനിലൂടെ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെ കേൾക്കാൻ കഴിയുന്നുണ്ടാവും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ വളരെയധികം വിജിലന്റ് ഇന്റലിജന്റ് ആയി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവറോൾ ഒരുപാട് ലൂസ് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യും. ഇപ്പൊ ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഒരു സെഷനിലേക്ക് വന്നു. ഡിജിറ്റൽ മീഡിയ മറ്റൊരു രീതിയിൽ മറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ ഡിജിറ്റൽ മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും AI ആയാലും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കുറെ ബേസിക് നോളജുകൾ ഉണ്ട്. അതായത് ഒരു ബിസിനസ്സിനകത്ത് വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ആവശ്യമുള്ള ആളുകളുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഓരോ ഫേസുകളും എങ്ങനെയാണ് എന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ROI എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രാൻഡിന് ഒരു അവയർനെസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോ ആളുകൾ ഏത് രീതിയിൽ അറിയും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്നൊരു സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ആളുകൾക്ക് വിശ്വാസയോഗ്യത ഉണ്ടാകും. അതിന്റെ ജെനുവിനിറ്റിയും അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ കൺസിസ്റ്റൻസിയും പിന്നെ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ട് അതല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള ബാലപാഠങ്ങൾ തന്നെ മനസ്സിലാക്കി ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകളും പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബഡ്ജറ്റിനെ ഇങ്ങനെ കത്തിച്ചു കളയുന്ന, ബാൻ ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേൾക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കാതെ ഇതിന്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ ആലോചിക്കുകയും അത് അറിയുന്ന പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡ് പൊസിഷൻ ചെയ്ത് പരിചയമുള്ള, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്ത് പരിചയമുള്ള ആളുകളുമായി ഇതിനെല്ലാം ഒന്ന് ശരിയായ രീതിയിൽ ഓഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടാണോ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇന്ന് ഈ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ക്രിയേറ്റീവ് ഏജൻസിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് വെറുതെ ബേണായി പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യാം. So thank you very much. See you then.